നമുക്ക് 97ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് കടക്കുന്നത്. അതിലാദ്യത്തെ ചോദ്യം ഇതാണ്. എ കോൺ ഓഫ് a radius r1 is made by using a sector of a circular sheet of radius r. റേഡിയസ് r ഉള്ള ഒരു സർക്കിളിൽ നിന്ന് ഒരു r1 റേഡിയസ് ഉള്ള ഒരു സെക്ടർ മുറിച്ചെടുക്കുന്നു. എ സർക്കുലർ ഷീറ്റ് ഓഫ് റേഡിയസ് r. ഇങ്ങനൊരു സർക്കിളുണ്ട്, ഒരു സർക്കുലാർ ഷീറ്റ് ഉണ്ട്. ആ സർക്കുലാർ ഷീറ്റിൽ നിന്ന് ഇത് ഏതാണ്ട് ഒരു റഫ് ഫിഗറാണ് ഈ വരക്കുന്നത്. ഒരു സർക്കുലാർ ഷീറ്റിൽ നിന്ന് ഒരു സെക്ടർ മുറിച്ചെടുക്കുന്നു. ഓഫ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് r. എ കോൺ ഓഫ് റേഡിയസ് r1 കണ്ടോ, ഇതാണ് എക്സ്. എ കോൺ ഓഫ് റേഡിയസ് r1 റേഡിയസ് ഉള്ള ഒരു കോൺ ഉണ്ടാക്കുന്നു. r1 കോൺ ഓഫ് റേഡിയസ് r1 ഈസ് മെയ്ഡ് ഫ്രം എ സർക്കുലാർ ഷീറ്റ് ഓഫ് റേഡിയസ് r, ഫ്രം എ സെക്ടറൽ ഷീറ്റ് ഓഫ് റേഡിയസ് r ടേക്കൺ ഫ്രം എ സർക്കിൾ. ഈ സർക്കിളിൽ എടുത്തിരിക്കുന്ന ഒരു സെക്ടർ ഉപയോഗിച്ച് ഒരു കോൺ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ റേഡിയസ് ആണ് r1. ദ റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതെടുത്തു കഴിഞ്ഞാൽ, ഇതിങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി ഇതുപയോഗിച്ച് മറ്റൊരു കോൺ ഉണ്ടാക്കുന്നു. ഇതുപോലൊരു കോൺ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതുപോലെ മറ്റൊരു കോൺ ഉണ്ടാക്കുന്നു. അതിൻ്റെ റേഡിയസ് r2 ആണെന്ന് എഴുതിയിരിക്കുകയാണ്. ഓഫ് റേഡിയസ് r2. ഒരു റഫ് ഫിഗർ നമ്മളൊരു കാഴ്ചയിൽ വരാൻ വേണ്ടി ഇങ്ങനെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഭംഗിയൊന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. ഓക്കെ, ബാക്കിയുള്ള ഭാഗം ഉപയോഗിച്ച് ഇതുണ്ടാക്കുന്നു. ഓക്കെ, ഇതാണ് സംഭവം. ഇവിടെ ക്വസ്റ്റ്യൻ, വിച്ച് മെഷർ ഈസ് കോമൺ ഇൻ ബോത്ത് കോൺസ്? ഇതിൽ രണ്ടിലും റേഡിയസ്, ഇത് രണ്ട് കേസിലും റേഡിയസ് ഓഫ് ദ സർക്കിൾ ബിക്കം സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺസ്. ഇവിടെയും ആറാണ്, ഇവിടെയും ആറാണ്, ഇവിടെയും ആറാണ്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ L എന്നാണ് എടുത്തത്. ഇവിടെ പ്രത്യേകിച്ചൊരു ലെറ്റർ പറയുന്നു, R, ക്യാപിറ്റൽ R, ക്യാപിറ്റൽ R, ക്യാപിറ്റൽ R. Therefore, which measure is common in both the cones? A, slant height, R. Okay. രണ്ടാമത്തെ ചോദ്യം, what is the relation between radius, slant height and central angle of the sector in the first cone? ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ എക്സ് ആണ്. ആദ്യത്തെ കോൺ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം LR. നേരത്തെ LX is equal to 360R എന്ന് പറഞ്ഞതുപോലെ ഇവിടെ RX is equal to LR അല്ല, R Lന് പകരം R, സെൻട്രൽ ആംഗിൾ എക്സ്. RX is equal to RX is equal to 360R1. ഇതുപയോഗിച്ച് R1 റേഡിയസ് ഉള്ള ഒരു കോണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ LX is equal to 360R1. ബാക്കിയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ 360 മൈനസ് R. ഓക്കെ, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ്, സ്ലാന്റ് ഹൈറ്റ് ആൻഡ് സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് കോൺ ആവുമ്പോൾ R, what is this angle? This is 360 minus x. 360 minus x. 360 minus x
ഈസ് ഈക്വൽ ടു 360 R2 എന്നെഴുതാം. പിന്നെ പ്രൂവ് ദാറ്റ് R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 ഇസ്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? ദിസ് ഈസ് ഇക്വേഷൻ 1, ദിസ് ഈസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ഗിവ്സ് എന്താവും? RX പ്ലസ് R ഇൻറ്റു 360 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 360 R1 പ്ലസ് 360 R2. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ RX പ്ലസ് 360 R മൈനസ് RX ഇസ് ഈക്വൽ ടു 360 ഇൻറ്റു R1 പ്ലസ് R2. ഇവിടെ RX മൈനസ് RX ക്യാൻസൽ, 360 and 360 ക്യാൻസൽ. Therefore we get R is equal to, നമുക്കപ്പോൾ കിട്ടും R is equal to R1 plus R2 എന്ന് നമുക്ക് കിട്ടും. R is equal to R1 plus R is equal to R1 plus R2 എന്ന് നമുക്ക് വ്യക്തമായിട്ട് കിട്ടും. അതായത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ റേഡിയൈ ഓഫ് ദ കോൺസ്. ഇതിപ്പോൾ 3 കോണുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ R is equal to R1 plus R2 plus R3 എന്നും എത്ര കോണുകൾ വേണമെങ്കിലും ഒരു സർക്കിളിൽ നിന്ന് സെക്ടറുകൾ മുറിച്ചെടുത്തുണ്ടാക്കാം. അതിൻ്റെ എല്ലാത്തിൻ്റെയും റേഡിയസിൻ്റെ സമ്മ സർക്കിളിൻ്റെ റേഡിയസ് തന്നെയായിരിക്കുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ വരുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഓക്കെ, എ കോൺ ഈസ് മെയ്ഡ് ബൈ ടേക്കിംഗ് എ സെക്ടർ ഫ്രം എ സർക്കുലർ ഷീറ്റ്. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് 25 ആൻഡ് ഇസ് റേഡിയസ് 110. ഇപ്പോൾ ഏതാണ്ടൊരു റഫായിട്ടുള്ളൊരു ഫിഗർ കോണിൻ്റെ വരച്ചിട്ട് അതിലേക്ക് ഈ അളവുകളെല്ലാം എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, എന്നാലേ നമുക്ക് ആ ഒരു വിഷ്വലൈസേഷൻ കിട്ടുകയുള്ളൂ. വെറും ഫോർമുലകൾ ഉപയോഗിക്കുക എന്നതിനപ്പുറത്ത് ഇതൊന്ന് കാണാൻ കഴിയണം ശരിക്കും. എ കോൺ ഈസ് മെയ്ഡ് ബൈ ടേക്കിംഗ് എ സെക്ടർ ഫ്രം എ സർക്കുലർ ഷീറ്റ്. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സെക്ടറിൽ നിന്നാണ്. അപ്പോൾ സെക്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ, സെക്ടറിനെ കുറിച്ച് ഇവിടെ നമ്മൾ ഓക്കെ ഇങ്ങനെ പറയാം. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് 25. Slant height of the cone is 25 and its radius of the sector is 110 and its radius 10 centimeter. Very good. Radius 10 centimeter. ഓക്കെ, 110 അല്ല, റേഡിയസ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ ആൻഡ് ഇറ്റ്സ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ ഇസ് 25 ആൻഡ് ഇറ്റ്സ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്കിവിടെ ചോദ്യം, what is the radius of the circular sheet? What is the radius of the circular sheet? അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. റേഡിയസ് ഓഫ് ദ സർക്കുലർ ഷീറ്റ് A is equal to radius of the radius of the circular sheet. Radius of the circular sheet is the slant height of the cone. Slant height of the cone. Slant height of the cone. It is 25 centimeter. Okay. അപ്പോൾ അത് 25 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, രണ്ടാമത്തത്, വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ? ഈ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക്
സ്ലാൻഡ് ഹൈറ്റ് അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്ടറിൻ്റെ റേഡിയസ് 25. അപ്പോൾ 25 എക്സ് ഇസ് ഈക്വൽ ടു 360 ഇൻറ്റു 10. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ഇത് എൽ ആണ്, ഇത് എക്സ് ആണെങ്കിൽ എൽ എക്സ് ഇസ് ഈക്വൽ ടു ഇത് ആർ ആണെങ്കിൽ 360 ആർ എന്നുള്ള റിലേഷൻ. 25 ഇൻറ്റു ഇവിടെ എല്ലിന് പകരം 25 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 360 ഇൻറ്റു 10. ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു 360 ഇൻറ്റു 10 ബൈ 25. നമുക്കിവിടെ കിട്ടുന്നത് ഇതിപ്പോൾ 2 തവണ 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 ഇപ്പോൾ 7 പ്രാവശ്യം 2 പ്രാവശ്യം 72 ഇൻറ്റു 2 144 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ? സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ വാട്ട് ഈസ് ദ അടുത്ത വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ റിമൈനിങ് പാർട്ട്? സെൻട്രൽ ആംഗിൾ ഓഫ് ദ റിമൈനിങ് പാർട്ട്, സെൻട്രൽ ആംഗിൾ ഓഫ് ദ റിമൈനിങ് പാർട്ട്, അതായത് സർക്കിളിൽ നിന്നാണ് ഈ സെക്ടർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സർക്കിൾ ഉണ്ടെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇത് അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിളിൽ നിന്നാണിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ സർക്കിളിൽ നിന്ന് എടുക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം, ആ സർക്കിളിനൊരു റിമൈനിങ് പാർട്ട് ഉണ്ടായിരിക്കുമല്ലോ സർക്കിളിൽ നിന്നും. ഈ ഭാഗം, ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് ദ റിമൈനിങ് പാർട്ട് ഈസ് ഈക്വൽ ടു 360 മൈനസ് 144. 360 എന്ന് പറയുന്ന മുഴുവൻ ആംഗിൾ, 360 മൈനസ് 144, ദാറ്റ് ഈസ് 216 ഡിഗ്രി എന്ന് പറയാം. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ കോൺ? റേഡിയസ് ഓഫ് ദ കോൺ ആണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്. റേഡിയസ് ഓഫ് ദ കോൺ എങ്ങനെ കാണും? ഇസ് ഈക്വൽ ടു, നമുക്കറിയാലോ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ കോൺ മെയ്ഡ് ബൈ റോളിംഗ് ദ റിമൈനിങ് പാർട്ട്? അതിലിപ്പോൾ നേരത്തെ നമ്മൾ തെളിയിച്ച് വെച്ചിട്ടുള്ളതാണ്. ആർ ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്നൊരു റിലേഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 25 ഇതിൻ്റെ റേഡിയസ് ഇസ് ഈക്വൽ ടു 10 പ്ലസ് R2, സെക്കൻഡ് കോണിൻ്റെ റേഡിയസ്. അപ്പോൾ R2, ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് കോൺ ഈസ് 15 സെൻറ്റിമീറ്റർ. ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 288 ആൻഡ് റേഡിയസ് 25 is taken from a circular sheet. സർക്കുലർ ഷീറ്റിൽ നിന്നും ഒരു സെക്ടർ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, സർക്കുലർ ഷീറ്റിൽ നിന്നും സെക്ടർ കട്ട് ചെയ്തെടുക്കുന്നു. ഒരു സർക്കുലർ ഷീറ്റ് ഉണ്ട്, അതിൽ നിന്നൊരു സെക്ടർ കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇതുപോലെ നമുക്കതിനെ കാണാം. ഒരു സർക്കുലർ ഷീറ്റിൽ നിന്ന് ഒരു സെക്ടർ കട്ട് ചെയ്തെടുക്കുന്നു. സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 288 ഡിഗ്രി, ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. 288 ഡിഗ്രി, ഇതാണ് 288 ഡിഗ്രിയുടെ ഒരു, ആൻഡ് റേഡിയസ് 25, ഇത് 25 ആണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ കോൺ മെയ്ഡ് ബൈ ദിസ് സെക്ടർ? ഈ സെക്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന, ഉണ്ടോ, സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ ദിസ് വൺ, സെക്ടറിൻ്റെ മെഷറാണ്. റേഡിയസ് ആൻഡ് 25, ഇത് 25 എന്ന് പറയുന്ന റേഡിയസും ഇതെല്ലാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ കോൺ? അപ്പം നമുക്ക് പറയാം LX ഇസ് ഈക്വൽ ടു 360 R. ഇതാണ് നമ്മളുടെ റിലേഷൻ. ഇപ്പോൾ ഇവിടെ
X is 288 and L is 25. But 25 into 288 is equal to 360 into R. R is the radius of the sector. Radius of the cone. ഇങ്ങനൊരു കോൺ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ കോണിൻ്റെ റേഡിയസ് ആണ് R. ഓക്കെ. Therefore, R is equal to 25 into 288 by 360. That is equal to, ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പോൾ 5 കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ 5 ടൈംസ് കണ്ടോ 72. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 4 ടൈംസ് കട്ട് ചെയ്യാം. അപ്പോൾ 5 into 4 20 സെൻറ്റിമീറ്റർ. ബി, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? Slant height of the cone is 25 itself. What is the slant height of the cone? That is, നമുക്കറിയാലോ സ്ലാൻഡ് ഹൈറ്റ് ഇത് എത്രയാണെന്നാണ് നമ്മളുടെ ചോദ്യം. വാട്ട് ഈസ് ദ റേഡിയസ് 25 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ 25 എന്ന് പറയുന്നത് ഈ ലെങ്ത് അല്ലേ? ആ സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതും ഇതും സെയിമാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. സെക്ടറിൻ്റെ റേഡിയസും കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും 25 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയാം L is equal to, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ കോൺ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് അതാണ് അടുത്ത ചോദ്യം. ഓക്കെ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ? അപ്പം അത് നമുക്ക് ഫോർമുല ഉണ്ടല്ലോ. അതായത് ഇവിടെ L ആണെങ്കിൽ L സ്ക്വയേർഡ് ഇസ് ഈക്വൽ ടു R സ്ക്വയേർഡ് പ്ലസ് H സ്ക്വയേർഡ്. ഓക്കെ. ഇത്ര എഴുതാം. ഇത് L ആണ്, ഇത് R ആണ്, H ആണ്. L സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് H സ്ക്വയർ. അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ L is 25. 25 square is equal to H square plus 20 squared. That implies H square is equal to 25 squared minus 20 squared. 25 squared minus 20 squared. ഓക്കെ. അപ്പോൾ നമുക്ക് 225 എന്ന് കിട്ടും. അപ്പോൾ H is equal to root of 225, that is 15 degree എന്ന് നമുക്ക് കിട്ടുന്നു. അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ കോൺ മെയ്ഡ് ബൈ റോളിംഗ് ദ റിമൈനിങ് പാർട്ട്? ബാക്കിയുള്ള ഭാഗം മടക്കി ഉണ്ടാക്കുന്ന കോണിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. ഇപ്പം ഡി എന്ന് പറയുമ്പോൾ റേഡിയസ് made by the sector by the remaining part is എത്ര? 25 minus 20 എന്ന് പറയാം. ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ വ്യക്തമായി ആദ്യത്തെ സെക്ടറിൻ്റെ റേഡിയസ് 20 ആണ്, സർക്കിളിൻ്റെ റേഡിയസ് 25 ആണ്. 20 എന്ന് കിട്ടുന്നു. ഇങ്ങനെയാണ് ഈ 4 ചോദ്യങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്.